നമ്മൾ തീരെ ശ്രദ്ധിക്കാണ്ട് വലിച്ചു ചാടുന്ന ചെടികളില്ലേ നല്ലപോലെ ഉഷാറാവും. അതിൽ പെട്ടതാട്ടോ ഈ ഒരു മണി പ്ലാന്റ്. ഞാൻ അങ്ങനെ ഉഷാറായി എടുത്തുനിന്ന് കൊണ്ടുവന്നിട്ട് ഈ ഒരു പോട്ടിലേക്ക് കൊണ്ടുവന്ന് നട്ടതാട്ടോ. ഇപ്പം ഇതിലിനി എങ്ങനെയാവും നോക്കാം നമുക്ക് എന്തായാലും. അങ്ങനെ ഇതാ ഒന്ന് മുറ്റത്തിറങ്ങി ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി ഒന്ന് ചുറ്റി കാണല്ലോ കേട്ടോ. ന്യൂസുമൊക്കെ നേരത്തെ സ്കൂളിൽ പോയി, ആൾ 7:30 ആകുമ്പോൾ സ്കൂളിൽ പോകും കേട്ടോ. പിന്നെ ഇതാ ഞാനും സേനും കൂടി ചായ കുടിക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും ഇരിക്കുന്ന സിറ്റ് ഔട്ടിലേക്ക് വന്നിട്ടുണ്ട്. എനിക്ക് രാവിലെ തന്നെ എന്തോ പുട്ടും പഴവും തിന്നാൻ പൂതി. അപ്പോൾ പിന്നെ ഞാൻ അതും നല്ല കിടിലം പാൽ ചായ എടുത്തിട്ടുണ്ട് കേട്ടോ. ആക്കാണെങ്കിൽ പഴം വാട്ടിയതായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷേ സംഗതി മൊത്തത്തിൽ പാളി. ആക്ക് വേണ്ടത് എൻ്റെ പുട്ടായിരുന്നു. എന്നാൽ പിന്നെ ഞാൻ എല്ലാ ആളെ കൊണ്ട് അതെങ്ങനെയെങ്കിലും തിന്നിപ്പിക്കില്ല കേട്ടോ. ആൾക്ക് ഇന്ന് പഴം വേണ്ട പോലും. പിന്നെ അത് ഞാനും തിന്നുന്നുണ്ട്. പക്ഷേ ആളെ പുട്ട് മൊത്തത്തിൽ ആൾ തിന്നിട്ടില്ല, പകുതി ആൾ തിന്നിട്ടില്ല. ബാക്കി ഞാൻ അതും ഇതും തിന്നേണ്ട അവസ്ഥയിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ അത്യാവശ്യം നമ്മൾ രണ്ടാൾ ചായലും കുടിച്ച് പിന്നെ ആളെ കുളിപ്പിച്ച് ആളങ്ങനെ വടിയിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട് ഒരുക്കി നിർത്തല കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ആൾ ഒപ്പിച്ചൊരു പോക്കിരുത്തരാട്ടോ നിങ്ങളീ കാണുന്നത്. നെസൂൻ്റെ ഇതൊക്കെ സ്റ്റിക്കൊക്കെ എടുത്ത് ആൾ മൊത്തത്തിൽ അതൊക്കെ വലിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അന്നേരം ഞാൻ ദീദി വന്ന ചീത്ത കേൾക്കുമെന്ന് പറഞ്ഞാൽ ആൾ മൊത്തത്തിൽ ഒന്ന് സെറ്റാക്കി അതൊന്ന് ഒളിപ്പിച്ച് വെക്കുന്ന പരിപാടിയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു പോക്കിരി വീട്ടിലുണ്ടായാൽ മാത്രം മതി ഇന്ന് ആളുടെ കാര്യം ഒരുവിധം തീരുമാനമാവും കേട്ടോ. അങ്ങനെ ഇതാ അംഗനവാടി പോകാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡി ആയിട്ടുണ്ട്. ആളിതാ ഭയങ്കര ഇഷ്ടം കേട്ടോ അംഗനവാടി. ചില ദിവസങ്ങളിലൊരു ചെറിയ മടി ഉണ്ടെങ്കിലും അവിടെ എത്തിയാൽ ആൾ ഭയങ്കര ഓക്കെ കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ ആളെ അംഗനവാടിയിലാക്കി ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോക്കാം കേട്ടോ. അപ്പം പിന്നെ ഓക്കെ, ബൈ ബൈ.